രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലമായ പാലക്കാട് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് പ്രതിഷേധവുമായി BJP. അതിരാവിലെ MLA ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകർ ഓഫീസ് താഴിട്ട് പൂട്ടാനും ശ്രമിച്ചു. MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MLA തടയാനില്ല എന്ന നിലപാടിലാണ് CPIM. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ഇപ്പോൾ പാലക്കാട് ചേരുന്നത്. ശ്രീജിത്ത്, രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധമായിരുന്നുവല്ലോ BJPയുടെ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? രാവിലെ മുതൽ അതിരാവിലെ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 6:30 മണിയോടുകൂടി BJP പ്രവർത്തകർ എത്തുകയായിരുന്നു. തുടർന്ന് MLA ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. BJPയുടെ കൗൺസിലർ ആയ മിനി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലൊക്കെയായിരുന്നു ഈ സമരം. B. ശശികുമാർ, മിനി കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സമരം നടന്നത്. എന്തായാലും ഈ സമരം കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രവർത്തകർ ആ പ്രദേശത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റർ പതിക്കുകയും ഓഫീസ് താഴിട്ട് പൂട്ടാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഇതോടെ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. തുടർന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ്, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ നേരെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ മോചിപ്പിച്ചതിന് ശേഷമാണ് അവർ പിരിഞ്ഞു പോയത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ CPM തടയാനില്ല എന്നൊരു നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ DYFI വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലെത്തിയാൽ വ്യത്യസ്തമായ സമരങ്ങൾ കാണുമെന്നാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറിയും DYFIയുടെ ജില്ലാ പ്രസിഡന്റും അറിയിക്കുന്നത്. ഉന്മേഷം, ശ്രീജിത്ത്, ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുമെന്നാണോ BJP പറയുന്നത്? ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതിഷേധത്തിലായിരുന്നുവല്ലോ, ഇത് തുടരുമെന്നാണോ? ഈ പ്രതിഷേധം തുടരും. രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലെത്തിയാൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP നേതാക്കൾ നമ്മെ അറിയിച്ചിട്ടുള്ളത്. അവർ ഇന്നും രാഹുൽ മാങ്കൂട്ടം എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവിടെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. എന്തായാലും ആ പ്രതിഷേധം തുടരും. അത് DYFIയും അത് തുടരും. CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ CPM നേരിട്ടൊരു പ്രതിഷേധത്തിന് തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ യുവജന സംഘടനയായ DYFI ഒരു സമരം ഏറ്റെടുക്കുന്നു. അവരും ആ സമരം തുടരും. SFI പ്രവർത്തകരും സമരം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.